പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന രണ്ട് പുത്രന്മാരുടെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ധ്യാന വിഷയം. അനുസരണത്തിന്റെ ശ്രേഷ്ഠത, അതിന് ദൈവം നൽകുന്ന വില എത്രമാത്രമാണെന്ന് ഈ തിരുവചന ഭാഗം നമ്മളോട് പറയുന്നു. കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള മധുരമായ വർത്തമാനങ്ങളല്ല, ദൈവപ്രീതിക്കായി ചെയ്യുന്ന കഷ്ടതയുള്ള ക്ലേശം നിറഞ്ഞ പ്രവൃത്തികളെയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും വിലമതിക്കുന്നതും ചെയ്യുന്നതെന്ന് ഈ സുവിശേഷം നമ്മളെ പ്രത്യേകമായി അനുസ്മരിപ്പിക്കുന്നു. ഒരാൾ ചെന്ന് അയാളുടെ രണ്ട് പുത്രന്മാരോട് ഒരേ ജോലി ചെയ്യാനായി പറയുന്നു. മുന്തിരിത്തോട്ടത്തിൽ പോയി ഇന്ന് ജോലി ചെയ്യുക. ഒരാൾ ആദ്യം ആ പിതാവിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞു, പക്ഷെ ഫലത്തിൽ അയാൾ പോയില്ല. മറ്റൊരാൾ ആദ്യമേ അല്പം എതിര് പറഞ്ഞു, ഞാൻ പോകില്ല, എനിക്ക് പറ്റില്ല, പക്ഷെ പിന്നീട് അയാൾ പശ്ചാത്തപിച്ച് പോയി എന്ന് തിരുവചനം പറയുന്നു. പശ്ചാത്തപിച്ച് മനസ്സ് തിരിയാൻ കാണിച്ച ആ നല്ല മനോഭാവത്തെ ദൈവം എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് ഈ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു. അയാൾ ആദ്യം പിതാവിനോട് എനിക്ക് മനസ്സില്ല എന്ന് അല്പം പരുഷമായ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ അയാൾ പിന്നീട് താൻ പറഞ്ഞതിന്റെ അവിവേകം മനസ്സിലാക്കി പശ്ചാത്തപിച്ച് ആ തെറ്റ് മാറ്റിവെച്ച് തിരുത്തി അയാൾ പിതാവ് പറഞ്ഞ ജോലിക്ക് പോകാൻ തയ്യാറാകുന്നു. പിതാവ് പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറാകുന്നു. ഒരാൾ മുമ്പ് ആരായിരുന്നു എന്നല്ല ദൈവം ആത്യന്തികമായി നോക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ നിർദ്ദേശങ്ങളോട്, തിരുത്തലുകളോട് ഇപ്പോൾ എങ്ങനെ പ്രതികരിച്ച് മാറ്റം വരുത്തുന്നു എന്നതിനാണ് ദൈവം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഈ മകൻ മുമ്പ് പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് പോയപ്പോൾ അവനെക്കുറിച്ച് നന്നായി ദൈവം ചിന്തിക്കുന്നു, ആ പിതാവ് ചിന്തിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കാരണം യോഹന്നാന്റെ പ്രസംഗം കേട്ട് ഒരുപക്ഷെ മുമ്പ് അവർ ചുങ്കക്കാരായിരുന്നു, വേശ്യകളായിരുന്നു, മോശമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലുള്ളവരായിരുന്നു. പക്ഷെ ഒരിക്കൽ അവർ മനസ്സ് തിരിയാൻ തയ്യാറായപ്പോൾ അവരുടെ ആ മനസ്സുമാറ്റത്തെ ദൈവം വിലമതിക്കുന്നു. ഈശോയുടെ കുരിശിന്റെ ഇരുവശങ്ങളിലും കള്ളന്മാർ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പ്രവൃത്തികൾ കൊണ്ട് കള്ളന്മാരായിരുന്നു, മോഷ്ടിച്ചവരായിരുന്നു. പക്ഷെ അതിലൊരാൾ നല്ല കള്ളനെന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്നതിന് കാരണം ഈശോയെ കണ്ടപ്പോൾ അയാൾ ആ പ്രാധാന്യം തിരിച്ചറിയുകയും ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് ഈശോയുടെ സാന്നിധ്യത്തിൽ അയാൾ മനസ്സ് മാറ്റി സ്വർഗരാജ്യത്തിന് അർഹരാവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. മത്തായി എന്നൊരാൾ നേരത്തെ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവരായിരുന്നു, ജനങ്ങളിൽ നിന്ന് കുത്തിപ്പിടിച്ച് വാങ്ങിയിരുന്നയാളായിരുന്നു. പക്ഷേ അയാൾ ഈശോയുടെ ശിഷ്യനായി മാറിയതോടുകൂടി അയാൾ ആരായിരുന്നു എന്നല്ല, ഇപ്പോൾ ആരാണ് എന്നാണ് ലോകവും ദൈവവും പരിഗണിക്കുന്നത്. പുതിയ വ്യക്തികളാകാനുള്ള ക്ഷണമാണ് സുവിശേഷം നമുക്ക് നൽകുന്നത്. ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുതിരുത്താൻ, മാറ്റങ്ങൾ വരുത്താൻ, മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് വരാൻ സാധിച്ചാൽ അതാണ് സുവിശേഷം ഓരോ ദിവസവും നമ്മളിൽ ചെലുത്തുന്ന വലിയ സ്വാധീനം. നമുക്ക് വ്യക്തിപരമായ ആത്മശോധന ചെയ്യാം. എന്ത് മാറ്റമാണ് ഓരോ ദിവസവും എന്നിൽ വരേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്താ തിരുത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പിതാവ് മക്കളോട് പറയുന്നത്, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്നാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം മാനസാന്തരത്തിന്റെ വഴിയിലൂടെ നടക്കണമെന്നും അനുദിനം കുരിശെടുത്തന്നെ അനുഗമിക്കുവാൻ അങ്ങ് പറഞ്ഞതുപോലെ അനുദിനം ഓരോ തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നടന്ന് മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് വരണമെന്നും അങ്ങ് ഓർമ്മിപ്പിക്കുന്നല്ലോ. കർത്താവെ, ഇന്ന് ഞാൻ എന്ത് അങ്ങേക്ക് വേണ്ടി ചെയ്യണമെന്നും എന്ത് മാറ്റമാണ് ഇന്ന് എന്നിൽ വരുത്തി അങ്ങയെ പ്രീതിപ്പെടുത്തേണ്ടതെന്നും എനിക്ക് മനസ്സിലാക്കി തരണമേ. അതിനനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.